ഇനി നമ്മൾ ഒരു വണ്ടിയെ ഓടിച്ച് ഗിയറുകൾ മാറ്റുന്നത് എങ്ങനെ എന്നുള്ള പ്രാക്ടീസാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി 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 എത്രയും പെട്ടെന്ന് ഏത് ഗിയറിലെത്തണം? ഫോർത്ത് ഗിയർ. ഈ സ്പീഡ് വരുത്തുന്നത് ഏതിലൂടെയാണ്? ആക്സിലേറ്റർ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് ക്ലച്ച് റിലീസായി കഴിഞ്ഞാൽ സ്പീഡ് വരുത്തി ഏത് ഗിയറിലോട്ട് മാറ്റണം? സെക്കൻഡ് ഗിയർ. അവിടെ നിന്ന് വീണ്ടും സ്പീഡ് വരുത്തി തേർഡ്, സ്പീഡ് വരുത്തി ഫോർത്ത്, കഴിഞ്ഞു. ഇത് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. പകരം നമ്മളിത് ചെയ്യാതെ പേടിച്ച് ആക്സിലേറ്റർ കൊടുക്കാതെ വലിച്ചഴച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റേജിലെത്താൻ കഴിയില്ല. ഓക്കെ, അപ്പം ഞാനത് ചെയ്ത് കാണിക്കും, ശ്രദ്ധിച്ചോണം. അപ്പോൾ വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ വേണം. ശരി, പെട്ടെന്നായിട്ട് ഫസ്റ്റ് ഗിയർ ഇടും. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ആണോ? ആണ്. ഓക്കെ, സൈഡ് മിററിലൂടെ നോക്കൂ, ബാക്കിൽ വണ്ടി ഉണ്ടോ? കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ. ക്ലച്ചിനെ കറക്റ്റ് ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ടുവരൂ. താഴെ എത്തിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ ലിമിറ്റ് ചെയ്യണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ ഏത് ഓഫ് ചെയ്യണം? ഇൻഡിക്കേറ്റർ. വണ്ടി ഇതുവരെ മൂവ് തുടങ്ങിയിട്ടില്ല. ക്ലച്ച് ഉയർത്തു, സ്പീഡ് വരട്ടെ, പെട്ടെന്ന് ക്ലച്ച് വിട്ടു, മതി. സെക്കൻഡ് ഗിയർ. ഓക്കെ, വലത്തോട്ട് പോകരുത്. അപ്പോൾ വണ്ടി വലത്തോട്ട് പോയി. സ്പീഡ് വരട്ടെ, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. വെരി ഗുഡ്. തേർഡ് ഗിയർ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിന് തേർഡ് അത്രയും സ്പീഡ് വരുത്തില്ല. ആക്സിലേറ്റർ കുറയ്ക്കും. ഇനി നമ്മൾ തേർഡ് ഗിയറിൽ തന്നെ പോയി ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ മാത്രമേ സ്പീഡ് വരുത്തി അതിലോട്ട് മാറ്റുള്ളൂ. ഫോർത്ത് സ്പീഡ് വരട്ടെ. ഇവിടെ നമ്മളിങ്ങനെ പോകും. അപ്പോൾ വളവാണ്, ആക്സിലേറ്റർ കുറയ്ക്കും. വളവായതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നോക്കും, എല്ലാം ഓക്കെ ആണോ? ആക്സിലേറ്റർ കൊടുക്കൂ. അല്പം കൂടെ ആക്സിലേറ്റർ കുറയ്ക്കും. വളവിന് മുമ്പായി ഇടതുവശം വരണം. ഫ്രണ്ട് ക്ലിയർ ആണ്. സ്പീഡ് വരട്ടെ, പെട്ടെന്ന് ക്ലച്ച് വിട്ടു. ഫോർത്ത് ഗിയർ. ഓക്കെ, ഇനി ക്ലച്ച് നിന്ന് കാല് മാറ്റി താഴെ വയ്ക്കാം. തീർന്നു, ഡ്രൈവിംഗ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആക്സിലേറ്റർ കുറയ്ക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വയം പര്യാപ്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തപ്പിപ്പിടിച്ചൊരു കാർ ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില കുട്ടികൾ ഫസ്റ്റ് ഗിയറിലങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അടുത്ത ഗിയർ എന്ന് പറയുമ്പോഴേ അടുത്ത ഗിയറിലോട്ട് മാറ്റുള്ളൂ. അല്പം ആക്സിലേറ്റർ കുറയ്ക്കും. കാരണം അവിടെ ഫ്രണ്ട് ക്ലിയർ അല്ലാതായി, ആക്സിലേറ്റർ കുറച്ചു. ഇപ്പോൾ ഫ്രണ്ട് ക്ലിയർ ആയി, വീണ്ടും ഏത് കൊടുത്തു? ആക്സിലേറ്റർ. ഓക്കെ, വീണ്ടും വളവ്, ഫ്രണ്ട് ക്ലിയർ അല്ല, അല്പം ആക്സിലേറ്റർ കുറച്ചു, ഫ്രണ്ട് ക്ലിയർ ആയി, വീണ്ടും ആക്സിലേറ്റർ കൊടുക്കണം. ഇങ്ങനെ ഫ്രണ്ടിലുള്ള സിറ്റുവേഷനനുസരിച്ച് ആക്സിലേറ്ററിൽ സ്പീഡ് കൺട്രോൾ ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്. അല്ലാതെ ആക്സിലേറ്റർ ഒരു എടുപ്പും ഒരു ചവിട്ടും അല്ല. പിടി കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ആക്സിലേറ്റർ കൊടുക്കും. അവിടെ ഫ്രണ്ടിൽ വളവാണ്. അപ്പോൾ വളവിൻ്റെ അപ്പുറം വണ്ടി ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ആക്സിലേറ്റർ കുറയ്ക്കും. ഇവിടെ വെച്ച് ഹോൺ അടിക്കണം. ഹോൺ അടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ക്ലിയർ ചെയ്ത് നോക്കി പോകണം. ആക്സിലേറ്റർ കൊടുക്കും. ഫ്രണ്ട് ക്ലിയർ ആവുന്നതനുസരിച്ച് സ്പീഡ് വരുത്തിക്കൊണ്ടിരിക്കും. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ ഒരു തിരക്കുള്ള ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കും. അല്പം സ്പീഡ് കുറയ്ക്കൂ. ആളൊക്കെ ഉള്ളതുകൊണ്ട് സ്പീഡ് കുറച്ചു. ഒപ്പം നമ്മൾ കുറഞ്ഞ ഗിയറിലോട്ട് മാറ്റാം. തേർഡ് ഗിയറിലോട്ട് മാറ്റൂ. ന്യൂട്രൽ, തേർഡ്. യെസ്, ക്ലച്ച് നിന്ന് പയ്യെ കാലെടുത്തിട്ട് സാവധാനം ആക്സിലേറ്റർ കൊടുത്തിട്ട് സ്പീഡ് വരുത്തണം. അടുത്ത ഗിയറിൻ്റെ സ്പീഡ് വരട്ടെ. സ്പീഡ് വന്നു, പെട്ടെന്ന് ക്ലച്ച് വിട്ടു. ഫോർത്ത് ഗിയർ. കണ്ടോ, ഫ്രണ്ടിലെ കാറ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴും നമ്മളെ കാലും എവിടെ വരണം? ബ്രേക്കിൽ വരണം. ബ്രേക്കും ക്ലച്ചും ചവിട്ടു. ഫ്രണ്ട് ക്ലിയർ അല്ല. ബ്രേക്കും ക്ലച്ചും ചവിട്ടി. ഓഫ്, സഡൻ ബ്രേക്ക് ആയിപ്പോയി. ന്യൂട്രൽ ആൻഡ് തേർഡ്. എന്നിട്ട് ക്ലച്ച് നിന്ന് പയ്യെ കാലെടുക്കണം. കാലെടുത്തിട്ട് വീണ്ടും ആക്സിലേറ്റർ. സ്പീഡ് വരട്ടെ, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. ഫോർത്ത് ഗിയർ. ഇങ്ങനെ ഗിയർ മാറ്റി ഓടിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടിയെ ഇവിടെ യു ടേൺ ചെയ്ത് തിരിച്ചു വരാൻ പോകും. അപ്പം നമ്മൾ തിരക്കുള്ള ഒരു റോഡിൽ യു ടേൺ ചെയ്യുമ്പോൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കും. റോഡിൻ്റെ മധ്യഭാഗത്തോടെയാണ് തിരിയാൻ പോകുന്നത് കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കും. സ്പീഡ് വരട്ടെ. അപ്പോൾ വളവ് കഴിയുമ്പോൾ നമ്മൾ തിരിക്കും. ആക്സിലേറ്റർ കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടും. ഇട്ടിട്ട് നമ്മൾ സാവധാനം റോഡിൻ്റെ മധ്യഭാഗത്ത് വരും. ആക്സിലേറ്റർ കുറയ്ക്കൂ. നന്നായിട്ട് കുറയ്ക്കൂ. സ്ലോ. ക്ലച്ച് മുഴുവൻ ചവിട്ടും. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. റോഡിൻ്റെ മധ്യഭാഗത്തായി ബ്രേക്ക് വിടും. വലതുവശത്തുള്ള വണ്ടി പോയി കഴിയുമ്പോൾ ബ്രേക്ക് വിടും. ന്യൂട്രൽ ആൻഡ് സെക്കൻഡ്. വലതുവശത്തുള്ള വണ്ടി പോകുമ്പോൾ പമ്പിനകത്ത് കാണാം. ക്ലച്ച് ഉയർത്തു. പകുതി വരെ ഉയർത്തു. പകുതിയിലേ നിൽക്കാവേ. നിർത്തിയിട്ട് വലത്തോട്ട് തിരിക്കൂ. മതി. ക്ലച്ച് കറക്റ്റ് പകുതിയിൽ തന്നെ നിൽക്കണം. സ്പീഡ് കൂടുന്നു. ക്ലച്ച് അല്പം ചവിട്ടു. വെരി ഗുഡ്. സ്പീഡ് കുറയുന്നു. അല്പം ഉയർത്തണം. വരട്ടെ. സ്പീഡ് കൂടുന്നു. അല്പം ചവിട്ടണം. കറക്റ്റ്. വരട്ടെ. അങ്ങനെ നിൽക്കാതെ പോട്ട് നമ്മൾ തിരിച്ച് പോകണേ. അങ്ങോട്ടാണ് പോകുന്നത്. ക്ലച്ച് ചവിട്ടു. ഇവിടെ ഇറക്കം വരുമ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് കാലെവിടെ വരണം? ബ്രേക്ക്. അതുപോലെ റിട്ടേൺ. റോഡിൻ്റെ ഇടതുവശം ഒതുക്കി നിർത്തണം.
സൈഡ് മിററിലൂടെ ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കൂ. ഉണ്ടോ? ഇല്ല. ഇടതുവശം ഒതുക്കി. അത് കുഴപ്പമില്ല. ലെവലാക്കി നിർത്താം. സ്റ്റോപ്പ്. ന്യൂട്രൽ. അപ്പം ന്യൂട്രലായോ? ന്യൂട്രലായാൽ പയ്യെ നിന്ന് കാലെടുക്കാം. ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഹാൻഡ് ബ്രേക്ക്. സാവധാനം എന്ന് കാലെടുക്കാം. ബ്രേക്ക് ഓഫ്. വേണ്ട. അൺലോക്ക്. ഓഫ് ചെയ്യാൻ മതി.